കഴിഞ്ഞ 5 പതിറ്റാണ്ടായി തമിഴകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം, ഉനക്ക് രജനി പിടിക്കുമോ കമൽ പിടിക്കും? ഈ ദ്വന്ദ്വം അല്ലെങ്കിൽ പിരിവ് തമിഴ് സിനിമയിലും രാഷ്ട്രീയത്തിലും പുതിയതല്ല. MGR ശിവാജി, ഇളയരാജ റഹ്മാൻ, DMK, AADMK, ഈ പട്ടിക ഇങ്ങനെ നീളും. അതുപോലെ രജനിയും കമലും ആരാധകരുടെ മനസ്സിൽ 2 ധ്രുവങ്ങളിലായി ഉദിച്ച നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ നോക്കി 2 ദിശയിൽ നടന്നവർ 47 വർഷങ്ങൾക്ക് ശേഷം ഒരിടത്ത് കൂട്ടിമുട്ടാൻ പോകും. അവർ കാത്തിരുന്ന സിറപ്പാണ് തരമാണ് സംഭവം. രജനി കമൽ റീയൂണിയൻ. സംവിധാനം നെൽസൺ ദിലീപ് കുമാർ. പ്രതീക്ഷകളേറെയാണ് ആരാധകർക്കും സിനിമാ ലോകത്തിനും. ആര് നായകൻ എന്ന ചോദ്യത്തിൽ ഫാൻ ഫൈറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ രജനിയുടെയും കമലിന്റെയും ഫിലിമോഗ്രഫി നോക്കിയാൽ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലെന്ന് മനസ്സിലാകും. 47 വർഷങ്ങൾക്ക് മുൻപ് 5 ഭാഷകളിലായി 20ഓളം ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്നവർ തലൈവരും ആണ്ടവരും അല്ലായിരുന്നു എന്ന് മാത്രം. തുടക്കം K. ബാലചന്ദർ എന്ന ലെജൻഡിൽ നിന്നാണ് രജനിയുടെയും കമലിന്റെയും ഫിലിം. ആദ്യം എത്തിയത് കമലാണ്. 1973 അരങ്ങേറ്റം എന്ന ചിത്രത്തിലൂടെയാണ് ബാലചന്ദർ സ്കൂളിൽ കമൽഹാസൻ ചേരുന്നത്. അവിടമാണ് കമലിനെ സിനിമാ രസികനാക്കുന്നതും താരമാക്കുന്നതും. 1975 ബാലചന്ദർ അപൂർവ രാഗങ്ങൾ എന്ന സിനിമ എടുക്കുന്നു. സ്വാതന്ത്ര്യാനന്തര തലമുറയുടെ പ്രതിസന്ധികൾ ചർച്ച ചെയ്ത ചിത്രം. 3 ആക്ടുകളായി ഈ സിനിമയെ തിരിച്ചാൽ ആദ്യ 2 പകുതി കമലിന്റെ പ്രസന്ന നിറഞ്ഞാടി. 3ാമത്തെ ആക്ടിൽ ബാലചന്ദർ തന്റെ ട്രംപ് കാർഡ് വെളിയിലെടുത്തു. ഒരു ഗേറ്റും തള്ളി തുറന്ന് അയാൾ കടന്നു വന്നു. പാണ്ഡ്യൻ അല്ല, രജനീകാന്ത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയ്ക്കും ഒരുമിച്ചും നിരവധി ചിത്രങ്ങൾ. അതിൽ തന്നെ 16 വയതിനിലെ മൂன்று മുടിച്ച എന്നീ ചിത്രങ്ങളിലെ ഗ്രേ ഷെയ്ഡുള്ള രജനിയുടെ കഥാപാത്രങ്ങൾ ഐക്കോണിക്കാണ്. 1975 ഒരു ചിത്രത്തിൽ മുഴുനീള വേഷങ്ങളിൽ രജനിയും കമലും അവസാനമായി ഒന്നിച്ചഭിനയിക്കുന്നത്. ആ വർഷം തമിഴിൽ ബാലചന്ദർ സംവിധാനം ചെയ്ത നിനൈത്താലെ എനിക്കും, മലയാളത്തിൽ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നീ ചിത്രങ്ങളിൽ അവർ ഒന്നിച്ചെത്തി. പിന്നെയും സ്ക്രീനിൽ നമ്മൾ അവരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിഥി വേഷങ്ങളിലായിരുന്നു എന്ന് മാത്രം. 1981 ഫില്ലുമുല്ലിലും 85 അമിതാഭ് ബച്ചനൊപ്പം ഗിരഫ്താർ എന്ന ഹിന്ദി മൾട്ടി സ്റ്റാർ ചിത്രം. എന്തുകൊണ്ടാകാം ഈ നീണ്ട ഇടവേള? ഒരുപക്ഷെ 2 പേരെ ഒരുമിച്ച് ഒരു പ്രൊജക്റ്റിൽ കൊണ്ടുവരാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ 2 വഴിയെ നീങ്ങാമെന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണ്. 80കളിൽ ഇവർ പരസ്പരം കണ്ണുകളിൽ പോലും നോക്കാത്തൊരു സമയമുണ്ടായി. പിന്നെ ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ സ്ക്രീൻ സ്പേസ് എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന ഭയവുമാകാം അങ്ങനെ ഒരു സിനിമ വൈകാൻ കാരണം. ആ ബാലൻസിങ് പ്രധാനമാണ്. 2 തരം അഭിനയ ശൈലികൾ, ഒരാൾ മാസും മറ്റൊരാൾ ക്ലാസും. രജനി മുള്ളും മലരുമിലെ കാളിയെ പോലുള്ള ക്ലാസ് കഥാപാത്രങ്ങളും കമൽ നിരവധി സ്റ്റൈലിഷ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും പൊതുവെ ഇങ്ങനെയാണ് പറയാറ്: സൂപ്പർ സ്റ്റാറും ഉലക നായകനും. അഭിനയ ശൈലിയിൽ മാത്രമല്ല, ജീവിത രീതിയിലും അവർ വ്യത്യസ്തരാണ്. രജനി തന്റെ ഉത്തരങ്ങൾ തിരഞ്ഞത് ഹിമാലയത്തിലാണ്, കമൽ തെരുവിലും. 2 പേരുടെയും രാഷ്ട്രീയവും വിപരീതം. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 2 ഓറകളുമാണ് സ്ക്രീനിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. പ്രൊമോ വീഡിയോ ഡീകോഡ് ചെയ്തവർ പറയുന്നത് സിനിമയിൽ രജനി നായകനും കമൽ വില്ലനുമാണെന്നാണ്. അതിലൊന്നും കാര്യമില്ല. When stars align, we don't choose sides. പാക്കല.